നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇവളെന്തിനാ എന്നും ഒന്നും വന്നിട്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയണേ. ഞങ്ങൾക്ക് അത് അറിയാലോ, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ കാണുന്നതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കയറി കാണുന്നവരോട് കേട്ടോ പറയുന്നത്, സ്ഥിരമായിട്ട് കയറി കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒടുവിലെ ശ്രീദേവിയെ കുളിപ്പിക്കാനുള്ള മഞ്ഞൾ വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ശ്രീദേവിയെ കുളിപ്പിക്കുന്ന സമയത്ത് ശ്രീദേവി അതിനകത്ത് നായക്കർണപ്പൊടി സുഗന്യ കലക്കിയിട്ടുണ്ട്. അതൊന്നും ശ്രീദേവിക്ക് അറിയില്ലോ. അപ്പൊ ശ്രീദേവി ഓടുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ചൊറിഞ്ഞുകൊണ്ട് ഓടണം. മിത്ര ശ്രീദേവിയും തമ്മിൽ അടിയുണ്ടാകണം. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി സുഗന്യ ഇങ്ങനെ മറഞ്ഞു നിൽക്കുവാണ് അവിടെ. പിന്നെ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. 1.5 മാസത്തിലാണ് കുളി തുടങ്ങുന്നത്. മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിക്കണ്ടേ മാമനോ അല്ലെങ്കിൽ ആംഗ്ലയോ ആണ്. മാമനല്ല, ആംഗ്ലയോ അല്ലെങ്കിൽ ഭർത്താവാണ്. ആ സമയത്ത് ധർമ്മൻ ഒഴിക്കാന്നും പറഞ്ഞു വന്നു. ധർമ്മം പറഞ്ഞിട്ട് പറഞ്ഞു, അത് ഞാൻ ഒഴിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, നിനക്കറിയാവോ? അതൊക്കെ ഞാൻ ചെയ്തോളാം, ചേച്ചി ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അതെ, എന്റെ പെങ്ങളല്ലേ അവള്. പിന്നെ ആനന്ദ് പെട്ടെന്ന് പോയത് അവൻ എന്തോ കാര്യം അർജന്റായിട്ട് ഉള്ളതുകൊണ്ടല്ലേ പോയത്. അപ്പൊ അതൊന്നും ഓർത്ത് ചേച്ചിയോ അല്ലെങ്കിൽ ശ്രീദേവി ആരും പേടിക്കൊന്നും വേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്താളാന്ന് പറഞ്ഞു. ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. മിത്രയും ഗോമതി ആയിരുന്നു അവിടെ നിന്നിരുന്നേ. ആ സമയം സുകന്യ ഇങ്ങനെ നോക്കി നിൽക്കോ. ആഹാ കൊള്ളാം, ആരും ഒഴിച്ചാലും കുഴപ്പമില്ല, അവളുടെ തലയിൽ കൂടെ വെള്ളം വീഴണം, അതിനു വേണ്ടിയിട്ടാണ് സുകന്യ കാത്തു നിൽക്കുന്നത്. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, അല്ലമ്മ ഇതുവരെയായിട്ടും ശ്രീദേവി ചേച്ചി വന്നില്ലല്ലോ എന്ന് പറയണം. അവളിപ്പോ വരൂന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കണ സമയത്ത് പെട്ടെന്ന് സുകന്യ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഒന്നുകൂടെ എത്തി നോക്കണ സമയത്ത് സുകന്യയുടെ കൈ തെറ്റി അവിടെ ഒരു പൂച്ചെടി ഉണ്ടായിരുന്നു. അതങ്ങ് മറിഞ്ഞു വീണു. പെട്ടെന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് നോക്കി. സുകന്യ അവിടെ പാത്ത് നിൽക്കുന്ന കണ്ടു. സുകന്യനെ കണ്ടുകഴിഞ്ഞപ്പോ ധർമ്മൻ ചോദിച്ചു, നീ എന്താ സുകന്യ അവിടെ ഒന്ന് മറിഞ്ഞിരിക്കുന്നേ? ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. ഓഹ്, ഇനിയിപ്പോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, പിടി വീണല്ലോ എന്നൊക്കെ കരുതി സുകന്യ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അല്ല നീ എന്താ അവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ മേലേ? ദേവമോളെ കുളിപ്പിക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളമാന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന് പറയണം. എന്തില് എന്ന് ധർമ്മൻ ചോദിച്ചു. അല്ല ഈ കുളിയിലൊന്നുവേ. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ഇതൊക്കെ ഉള്ളത് സുകന്യെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതാണ് പോലും. മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിലെ വിഷാംശം പോകുന്ന ആരാ പറഞ്ഞേ? അതൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങള്. അതിനൊക്കെ വല്ല മരുന്നും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിക്കണം, അല്ലാതെ ബോഡിയിലെ വിഷാംശം ഒന്നും പോകത്തില്ല മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, നീ അത്ര പുച്ഛിക്കൊന്നും വേണ്ടെന്ന് പറയണം. ആ സമയം സുകന്യ പറഞ്ഞു, അല്ല ധർമ്മേട്ടനും വല്ല അനുഭവം ഉണ്ടോ ഇങ്ങനെയൊക്കെ? ആ സമയം ഗോമതി പറഞ്ഞു, എൻ്റെ മക്കള് ആനന്ദും ആര്യനും ഒക്കെ അവരെയൊക്കെ ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഓ, അത് അന്നത്തെ കാലത്ത് വിവരമില്ലാത്ത ആൾക്കാർ ചെയ്യുന്നൊക്കെയാ, അല്ലാതെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഇങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, എന്താണെങ്കിലും ശരി, അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ശ്രീദേവി ചേച്ചിയെ മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കാനായിട്ട്. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ഓ എന്ത് വേണേലും ആയിക്കോ എന്നുള്ള മട്ടി പറയണം. ആ സമയം ധർമ്മൻ ചോദിച്ചു, എന്താ സുകന്യ നീ അങ്ങനെ പറയണേ? മഞ്ഞൾ വെള്ളത്തിൽ ഒരു ഗുണമില്ലെന്നാണോ നീ പറയണേ? പിന്നെ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വിഷാംശമൊന്നും പോകുന്ന എനിക്കറിയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും ധർമ്മൻ എന്ത് ചെയ്തു, ധർമ്മന് ഒരു കപ്പ് വെള്ളവും കൂടെ എടുത്തു. ധർമ്മൻ വെള്ളം എടുത്തിട്ട് സുകന്യയുടെ തലവഴി ഒഴിക്കുകയാണ്. സുകന്യ അന്താളിച്ചു പോയി. ഗോമതിയും ഇത്രയും വരെ ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. അതെ, വിഷാംശം ഉണ്ടെ പോകുമല്ലോ, നമുക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മം കാണിച്ചു. ധർമ്മൻ അറിയില്ലല്ലോ അതിനകത്ത് സുകന്യ നായക്കരണപ്പൊടി ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി സുകന്യക്ക്. സുകന്യ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഓടാൻ തുടങ്ങുമ്പോഴത്തേനും ധർമ്മം പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങോട്ട് ഓടിയാലോ, 2 കപ്പ് വെള്ളം നിന്റെ തലയിൽ വീഴട്ടെ, എന്താ സംഭവിക്കും നമുക്കൊന്നും അറിയാലോ എന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, വിട് ധർമ്മേട്ടാന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കുതിറി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടെ വിടറാന്ന് പറയണ. അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുതിരി ഓടുന്ന സമയത്ത് ആ വെള്ളം ഒരു സ്റ്റൂളിന്റെ പൊക്കത്താ പൊക്കി വെച്ചിരുന്നേ. അപ്പൊ ശ്രീദേവിക്ക് എടുക്കാൻ പാകത്തിന് നിലത്ത് കുനിഞ്ഞെടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒറ്റ തട്ട് കൊടുത്ത ആ സ്റ്റൂളിനിട്ട് വെള്ളവും പാത്രവും കൂടെ താഴേക്ക് മറിഞ്ഞു വീണു. സുകന്യയുടെ ദേഹത്ത് മുഴുവൻ വെള്ളമായിരുന്നു. സുകന്യ ചൊറിഞ്ഞുകൊണ്ട് ഓടുവാണ്. ധർമ്മനൊക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചിരിച്ചു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞിടാ, വെള്ളം മൊത്തം മറിഞ്ഞു പോയല്ലോ എന്ന് പറയണം. മിത്ര പറഞ്ഞു, അതെ, വെള്ളം മറിഞ്ഞു പോകുന്ന അവർ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. സുകന്യാണ് ചൊറിഞ്ഞുകൊണ്ട് കൂടുക. തനിക്കിട്ട് പണി കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ധർമ്മം പിടിച്ചു നിർത്തി കുറെ വെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, ഇതേ അതിനെന്താ ചേച്ചി, കുറച്ച് വെള്ളം വേറെ വെച്ചാൽ മതി എന്ന് പറയാണ് ദേവിയെ കുളിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞു.
പിന്നീട് കോമതി പറഞ്ഞു, ഷോ നിന്റെ ഒരു കാര്യം, നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിച്ചു. പിന്നെ അവള് പറഞ്ഞു കേട്ടില്ലേ, അതുകൊണ്ട് ഒരു ഫലമില്ലെന്നോ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി ഞാൻ പോയി വെള്ളം വെക്കാം, ദേവി ചേച്ചി കുളിക്കാനുള്ള വെള്ളം ഞാൻ വെക്കാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പോയി വെള്ളം വെച്ചു. അങ്ങനെ രണ്ടാമത് വെള്ളം വെച്ച് എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ശ്രീദേവി ആചാരപ്രകാരം ധർമ്മനെ വെള്ളം ഒഴിക്കുകയാണ്. തല വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കുളിപ്പിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്യാനായിട്ടാ, പെട്ടുപോയില്ലേ സുകന്യ. സുകന്യ മുറിയിലേക്ക് ഓടി വന്നു. എന്നിട്ട് ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സൊക്കെ മാറിക്കളയുകയാണ്. അതിനുശേഷം നന്നായിട്ട് തേച്ചൊടിച്ച് കുളിച്ചു. എവിടെന്ന് ചൊറിച്ചിലോ ആവാനായിട്ട്, ചൊറിച്ചില് നായക്കരണപ്പൊടിയല്ലേ ഇട്ടിരിക്കുന്നേ, നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാ. അങ്ങനെ സുകന്യ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. സുകന്യക്ക് നിൽക്കാൻ പറ്റില്ല, ചൊറിച്ചില്ല. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ട് വന്നു. മിത്ര ചോദിച്ചു, എന്ത് പറ്റി സുകന്യ ചേച്ചിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുകന്യ കുറെ പൗഡറൊക്കെ എടുത്തിട്ട് നോക്കി ചൊറിച്ചിൽ പോവാന്ന്, തൂത്തും തുടച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. സുകന്യ ഇന്ന് ചൊറിയുവാണ്. ആ സമയത്ത് മിത്ര ചോദിച്ചു, എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കണം. ഒരു മഞ്ഞൾ വെള്ളം, ആ മഞ്ഞൾ വെള്ളം ഒച്ചപ്പം മുതൽ എനിക്ക് ചൊറിച്ചിലാന്ന് പറയണ. മിത്ര ചോദിച്ചു, ചൊറിച്ചില്ല അതെന്താന്ന് എനിക്ക് പറയുന്നില്ല കുന്തോന്നും പറഞ്ഞോണ്ട് സുകന്യ ഇറങ്ങി ഓടി. നേരെ കൃഷ്ണമംഗലത്തെ രാജശ്രീയുടെ അടുത്തേക്കാ ഓടുന്നത്. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങി ഓടിയത്. ആ സമയം ധർമ്മൻ ചോദിച്ചു, അല്ല മഞ്ഞൾ വെള്ളം ഒഴിച്ച് എങ്ങനെ ചൊറിച്ചിലുണ്ടാവുമെന്ന് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞു, ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത് ശ്രീദേവി ചേച്ചിനെ കുളിപ്പിച്ചല്ലേ, ചേച്ചിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലോന്ന് പറഞ്ഞു. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പം അതിനകത്തെങ്കിലും എന്തെങ്കിലും പൊടി എന്തെങ്കിലും കലക്കിയിട്ടുണ്ടായിരിക്കുമോ മിത്രേ, പറയാൻ പറ്റില്ല എന്ന് പറയണ. മിത്ര ഇങ്ങനെ ആലോചിച്ചു. ധർമ്മൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, മുറിയിലേക്ക് കയറി പോയായിരുന്നു. അപ്പം മിത്ര പറഞ്ഞു, അതെ ഞങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് സുകന്യേച്ചി അവിടെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു പറയണ. അവർക്ക് രണ്ടുപേർക്കും നല്ല സംശയം തോന്നി. അങ്ങനെയാണെങ്കിൽ എന്തേലും പൊടി അതിനകത്ത് കലക്കിയിട്ടുണ്ടാവുമായിരിക്കുന്നു ഒരു ചിന്ത വന്നു. മീനാക്ഷി പറഞ്ഞു, അങ്ങനെയാണ് ഭാഗ്യം കൊണ്ടാ ശ്രീദേവി ചേച്ചി രക്ഷപ്പെട്ട ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. സുകന്യെ ചൊറിഞ്ഞു പിടിച്ച് രാജശ്രീ അടുത്തുനിന്ന് കാര്യങ്ങൾ പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാജശ്രീ പറഞ്ഞു, ഇനിയിപ്പം കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തേച്ച് നോക്ക് എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട വരുമെന്ന് പറയാം. അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. സുകന്യക്കിട്ട് തന്നെ കിട്ടി. സുകന്യക്ക് എന്തേലും പറയാൻ പറ്റുമോ? കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് തന്നെ കിട്ടുമെന്നറിയാം. മിത്രക്കിട്ടും ശ്രീദേവിക്കിട്ടുമായിട്ട് വെച്ച പണിയാണ്. പക്ഷെ തിരിച്ച് ആ പണി അങ്ങോട്ട് കൊണ്ടു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി. സുകന്യക്ക് നല്ല ദേഷ്യമായിരുന്നു. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കിട്ടാനുള്ളതെല്ലാം കിട്ടുകയും ചെയ്തല്ലോ. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ അടുക്കളയിലേക്ക് വന്നു. അപ്പൊ ചൊറിച്ചിലൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആശ്വാസം ആയിട്ടുണ്ടായിരുന്നു. രാജശ്രീ എന്തൊക്കെയോ മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ സുകന്യ ഒന്ന് ഓക്കെ ആയി വന്നു. ആ സമയം മിത്ര അടുക്കളയിലായിരുന്നു. അടുക്കളയില് വൈകുന്നേരത്തെ അത്താഴത്തിനുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ്. സുകന്യ വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു ഗ്ലാസ് ചായ വേണമെന്നൊക്കെ പറയണം. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഇപ്പൊ ചായ വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സുകന്യേച്ചി ഒരു കാര്യം വെച്ച് കുടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല, വെച്ച് തരാനാ പറഞ്ഞെന്ന് പറഞ്ഞു. വെച്ച് തരാനോ? എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ലെന്നാ പറഞ്ഞേ. ആവശ്യമുള്ളവർ വേണം വെച്ച് കുടിച്ചോണം, ഞാനിവിടെ ജോലി ചെയ്യുന്ന കണ്ടില്ലെന്ന് ചോദിച്ചു. സുകന്യക്കങ്ങ് ദേഷ്യമായി. ഓഹോ, അപ്പൊ എനിക്കൊരു ചായ പോലും വെച്ച് തരാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, അതെ ഇവിടെ ജോലിക്കാരൊന്നും ആരുമില്ല, സുകന്യേച്ചിയെ പോലെ തന്നെ ഞങ്ങള് എല്ലാരും ഇവിടെ. പിന്നെ അറിയാലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ കണ്ടും കേട്ടും നിന്ന് ചെയ്യുകയും ചെയ്യണം. അല്ലാതെ ഒരാളുടെ വന്ന് കൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി ഇവിടുത്തെ ആള് തന്നെയാ, ഇവിടെ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യണം. വെറുതെ കയറി ഇരുന്നിട്ട് സമയത്ത് കൈ കഴുകി വന്നിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. മിത്രയ്ക്ക് നല്ല ദേഷ്യമായി. സുകന്യ പറഞ്ഞു, ഓഹോ എനിക്കൊരു ചായ വെച്ച് തരാൻ ബുദ്ധിമുട്ടാണല്ലേ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. മിത്രം വെച്ചു കൊടുക്കാനും കൂട്ടാക്കില്ല. ധർമ്മന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു. ധർമ്മം പറഞ്ഞു, സുകന്യെ നിനക്കൊരു ചായ വെച്ച് കുടിച്ചുകൂടെ, നീ ആരോടാ കൽപ്പിക്കാൻ പോന്നേ? മിത്രയൊക്കെ ഇവിടുത്തെ കുട്ടി തന്നെയാ, അവരോട് നിനക്ക് പോയി ചോദിക്കാൻ നാണമില്ലേ? നിന്നേക്കാളും ഇളയതല്ലേ? എന്നിട്ട് അവൾ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ജോലി ചെയ്യാതെ മഴ പിടിച്ചിരുന്നാൽ ശരിയാണെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ വലിയ വീട്ടിലാ, ഞാൻ അടുക്കള ജോലി ചെയ്യാൻ വന്നതല്ല ഇങ്ങോട്ട്. എനിക്ക് എൻ്റെതായ രീതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, എന്തെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെപ്പോഴേലും വെച്ച് തരുമ്പോൾ കുടിക്കണം, അതാ പറ്റുള്ളൂ, അല്ലാതെ കുടിക്കണമെങ്കിൽ വെച്ച് കുടിച്ചോണം എന്നൊക്കെ പറഞ്ഞു. സുകന്യക്കൊരു അടിയായിരുന്നു. കാരണം മീനാക്ഷിയും ഇത്രയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കിട്ടുന്ന അവസരമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ തന്നെ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഈ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ, ഇവിടുത്തെ രീതികളൊക്കെ പഠിക്കേണ്ട സമയമായി. പക്ഷെ അതൊന്നും പഠിക്കാണ്ട് സുകന്യ താല്പര്യം കാണിച്ചില്ല. പോരാത്തിന് കിട്ടുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർക്കൂട്ട് കുത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് കരുതിയിട്ടാണ് അവരും പണി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇത് തിങ്കളാഴ്ചത്തെ കഥയാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയ കാണാൻ പോകുന്നത്. അതുമായിട്ട് നാളത്തെ വിശേഷത്തെ ഞാൻ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.